ഞാനിങ്ങനെ എല്ലാ വീഡിയോസിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ ഇങ്ങനെ പറയാ. ഞാനും ചെയ്യൊന്നുമില്ല കേട്ടാ. പക്ഷെ എന്നാലും നമുക്ക് പറയണല്ലോ നമ്മൾ. അതുകൊണ്ടാട്ടോ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു എഗ് നൂഡിൽസ് പോലത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ ഇൻസ്റ്റയിലെല്ലാം വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കി കൊടുക്കാം. എന്നിട്ട് ദോശക്കല്ല് വെച്ചിട്ട് എനിക്കിവിടെ 4 മുട്ടയ്ക്ക് ഞാനിപ്പോൾ 2 ഓംലേറ്റ് ആയിട്ട്, വലിയ 2 ഓംലേറ്റ് ആയിട്ടാണ് ആക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം രണ്ടും ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കാം, ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് വേണം ഇത് കട്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പം ആ ഒരു നൂഡിൽസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികൾ ആ ഒരു കാണാനുള്ള ഇതുകൊണ്ട് അങ്ങ് കഴിച്ചോളൂ എന്തായാലും. അപ്പോൾ അതാ നല്ല രസമില്ല കാണാനായിട്ട്. ഇനി എന്ത് ചെയ്യാം, ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടായി കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ചെറുതായിട്ട് മുറിച്ച പച്ചമുളക്, പിന്നെന്ത് ചെയ്യാം, സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോയാ സോസ് ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ എടുക്കുക, എന്താ പറയുക, ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ഇട്ടാലും തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. കുരുമുളകിൻ്റെ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുക്ക് ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാവിടെ എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, കാണാൻ നല്ല ലുക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടാ. ഞാൻ ഇങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്ത്, കുറച്ച് വെളുത്ത എള്ളില്ലേ, അത് കുറച്ച് വറുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.